നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, ഞങ്ങളുടെ നാട്ടിൽ ഈ ഒരു പറയ വിഭാഗം അവർക്ക് ഈറ്റ വാങ്ങി മുറം പനമ്പൊക്കെ നെയ്ത് ജീവിക്കുന്ന ഒരു സാധാരണ ആദിവാസി കുടുംബം, അല്ലെങ്കിൽ അവർക്ക് പണം കൊടുക്കുന്ന ഒരു ജന്മിൻ്റെ അവിടെ കടം വാങ്ങിച്ച് പണം സമയത്ത് കൊടുക്കാതെ അന്വേഷിച്ചാൽ ഒരു നാളികേരം, നല്ല പുതിയ തേങ്ങ പറയും, തേങ്ങയുടെ എല്ലാം കഴിഞ്ഞ് നാളികേരം മാത്രം ആയിട്ട് ഈ പറയുന്ന വരാണ്. വരുന്ന വഴിക്ക് കാശ് ചോദിച്ചു ഒന്നിട്ട് തർക്കം ഉണ്ടായപ്പോൾ ഈ ജന്മി എന്ന് വെച്ചാൽ ഇത് വാങ്ങി, തേങ്ങ വാങ്ങിയിട്ട് നല്ല 2 തട്ട് അവന് കൊടുത്ത്, പറയുന്നു കൊടുത്ത്. അപ്പം തട്ടിയതാരാണ്? പറയനെ. തട്ടിയത് ജന്മി. എന്നിട്ട് ജന്മി പറയാണ്, കള്ള നാടി, അവൻ എന്നോട് പൈസ വാങ്ങിച്ച് അവൻ എന്നെ തല്ലാൻ നടക്കണമെന്ന്. ഇതിൻ്റെ പോലുങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതുപോലെയാണ് ഇന്ന് മുസ്ലിങ്ങളെക്കുറിച്ച് ഇന്ത്യയിൽ സംഘപരിവാർ പറയുന്നത്. എല്ലാ മുസ്ലിങ്ങളും ഉണ്ട്. ഇപ്പം പക്ഷേ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മുസ്ലിം. സത്യം എന്താണ്? നെറ്റിൽ അടിച്ചു കൊടുത്താൽ കിട്ടും, ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ കിട്ടും. 150 കോടിയോളം ജനസംഖ്യകളുടെ ഇന്ത്യയിൽ 30 കോടിയോളം മുസ്ലിങ്ങളുടെ ഇന്ത്യയിൽ 24 MP-മാരാണുള്ളത്. 24 ഡസൻ. ഇത് 4% അടുത്ത്. അതേസമയത്ത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ 35 കോടി ജനസംഖ്യ ഉണ്ടായപ്പോൾ അന്ന് 300 MP-മാരാകുള്ളൂ. അതിൽ 100ഓളം മുസ്ലിം MP-മാരുണ്ടായിരുന്നു കോൺഗ്രസിൽ തന്നെ. മറ്റു പാർട്ടിയൊന്നും പ്രസക്തമല്ലല്ലോ. അപ്പം 35 കോടി ഉണ്ടായിരുന്നപ്പോൾ 100ഓളം മുസ്ലിം MP-മാർ, ഇപ്പം 150 കോടി കഴിഞ്ഞപ്പോൾ 24 MP-മാർ. എന്നിട്ട് പറയാണ് മുസ്ലിങ്ങൾ മുഴുവൻ മുസ്ലിങ്ങൾ കൊണ്ടാണ്, മുസ്ലിം കൊടുക്കാണ് കോൺഗ്രസ് എന്ന മുസ്ലിം എന്നാണ്. ഇനി മറ്റൊന്ന്, സ്വതന്ത്രാനന്ത ഇന്ത്യയിൽ 8% കൂടുതൽ സ്വത്തിൻ്റെ ഉടമകളായത് മുസ്ലിങ്ങൾ. ഇന്നത് 1%. ഇപ്പോൾ BJP ഗവൺമെൻറ് പക്ഷേ അത് -1%. അത് 1% താഴെയായി. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് മുസ്ലിങ്ങൾക്ക് ഭരണത്തിൽ യാതൊരു പങ്കുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു നേട്ടമൊന്നുമില്ല, ഒരു ആനുകൂല്യം കിട്ടുന്നില്ല. മനസ്സിലായില്ലേ? ഇനി ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളിൽ എടുക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ഞാൻ പറഞ്ഞു 30 കോടിയോളം മുസ്ലിമുള്ള ഇന്ത്യയിൽ 100% വോട്ട് ഈ കോൺഗ്രസ്, ഈ കത്തോലിക്ക കോൺഗ്രസ് രാഹുൽ നയിക്കുന്ന പാർട്ടിക്കാണ് കൊടുത്തത്, ആ മുന്നണിക്ക്. അതിനെതിരെ എന്തെങ്കിലും പരിഗണന മുസ്ലിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? ഇനി CPM ആണ് കേരളത്തിൽ ഭരിക്കുന്നത്. CPM ഈ മുസ്ലിം സമുദായത്തിന് പരിഗണന കൊടുത്തിട്ടുണ്ടോ? കേരളത്തിലെ അവസ്ഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ നിരക്കും തകർത്തുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിൽ കൂടിയും ചിലർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ഊതിക്കൊണ്ട് കഴുത്തിറക്കും പോലെ. ഇപ്പോൾ മനോരമ പത്രമൊക്കെ ഉണ്ടല്ലോ, മാതൃപത്രമൊക്കെ ഊതിക്കൊണ്ട് കഴുത്തിറക്കിയാൽ മുസ്ലിങ്ങൾ ചെയ്യോ ന്യൂനപക്ഷ വലിയ പൊക്കലൊക്കെ കിട്ടുന്ന സന്ദർഭത്തിൽ അവർ ആൾക്കാരെ തകർക്കാനും നശിപ്പിക്കാൻ നോക്കണം. അങ്ങനെയല്ല അവർ. ഇത് ഒരു ബലുകായിട്ട് പറഞ്ഞാൽ അമേരിക്കൻ ഒരു രീതിയുണ്ട്. നമ്മളെ 2 രീതിയാണ്. ഒന്ന്, പട്ടി തല്ലിക്കൊന്നിട്ട് പേപ്പിട്ടി പേരിടും. പേപ്പിട്ടി തല്ലിക്കൊന്ന് ആരും മിണ്ടുമോ? മറ്റൊന്ന്, ആ ശത്രുക്കൾ അമിതമായിട്ട് പൊക്കി പറയും. ഇപ്പോൾ ഇറാഖിൻ്റെ കാലാൽപ്പടിയോട് യോജിക്കാവുന്ന ഒരു രാജ്യവും പട്ടാളവും ഇന്ന് ഇന്ത്യയിൽ ലോകത്തില്ല എന്നാണ്. എന്ന് പറഞ്ഞാണ് 10-15 ലക്ഷം പട്ടാളക്കാരെ അമേരിക്കയുടെ പട്ടാളം വന്ന് ഉഴുത് മണലാരണ്യത്തിൽ മുക്കിക്കളഞ്ഞത്. അപ്പോൾ അതിനുവേണ്ടി സദ്ദാമിൻ്റെയും ഇറാഖിൻ്റെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടി അമേരിക്കയിൽ നിന്ന് ഒരു വിഭാഗം ആൾക്കാർ വന്ന് പറഞ്ഞു, ഞങ്ങളുടെ ശവത്തിൽ തൊട്ടാലേ ഇനി അമേരിക്കക്ക് ഇറാഖിനെ ആക്രമിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ വന്ന് ഒരു 5-6 മാസം മുമ്പ് അത് വന്നില്ല. അമേരിക്ക ചാരന്മാരായിരുന്നു. എല്ലാ രഹസ്യവും അപ്പം കൊടുത്ത് ഇറാഖിൻ്റെ ആയുധങ്ങളും മറ്റ് ശക്തിയൊക്കെ. അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഇന്ത്യയിൽ ഇനി അല്പമെങ്കിലും മുസ്ലിങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അതിനെ കൂടി തകർക്കാൻ വേണ്ടി ഈ സംഘപരിവാർ അല്ലെങ്കിൽ സവർണ ഫാസിസം അശ്രാന്ത പരിശ്രമത്തിലാണ്. അത് മുസ്ലിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? മുസ്ലിം ഇതര വിഭാഗങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ന്യൂനപക്ഷങ്ങൾക്ക് മനസ്സിലായിട്ടോ? അല്ലെങ്കിൽ ദളിതുകൾക്ക് മനസ്സിലായിട്ടുണ്ടോന്നും എനിക്കറിയില്ല. കാരണം മനസ്സിലായ ഒരു ലക്ഷ്യം കാണുന്നില്ല.
മുസ്ലിങ്ങൾക്ക് ഒട്ടും മനസ്സിലായില്ല. ഇനി എന്താണ്, ഏത് അവസ്ഥയിലെത്തി? ബീഹാർ കഴിഞ്ഞ് ഇപ്പം കേരളം പിടിക്കാൻ പോണ്, ആസാം പോയി, ഇനി പശ്ചിമ ബംഗാൾ, തമിഴ്നാട് മാത്രമേ ഇനി എന്തെങ്കിലും പ്രതികരണ ശേഷി ഉണ്ടാവുള്ളൂ. ബാക്കി കേരളമൊക്കെ എപ്പോഴേ പിടിച്ചെടുക്കും, അതിനുള്ള എല്ലാ സൗകര്യമുണ്ട്. ഈ കേരളത്തിൽ കാര്യം പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയണം. ഇപ്പോൾ മുരളീധരൻ, മുരളീധരൻ കർണാടകൻ, ഈട് മുരളീധരൻ ഇന്നാൾ ഞാൻ മുരളീധരനോട് തുറന്ന കത്ത് പറഞ്ഞ്, ഇതിപ്പോൾ ABC ചാനലൊക്കെ അതിൻ്റെ പറയുന്നത്, ഞാൻ പറഞ്ഞ അന്ന് തന്നെ പറഞ്ഞു. ഇപ്പോൾ ചാനലിൽ ഇപ്പോൾ 10 MP കൗൺസിലർമാരാണ് തിരുവനന്തപുരത്തുള്ളത് കോൺഗ്രസ്സിന് 5 വർഷം മുമ്പ്. അതിനുശേഷം കോൺഗ്രസ്സിൽ എന്തെങ്കിലും വളർച്ച കേരളത്തിലുണ്ടായിട്ടുണ്ടോ? കഴിഞ്ഞ 5 വർഷം, അരുമ്പുള്ളതിന് പോട്ടെ, കഴിഞ്ഞ 5 വർഷം 10 കൗൺസിലർമാരുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ അതിനുശേഷം കോൺഗ്രസ്സിൽ എന്തെങ്കിലും വളർച്ച ഉണ്ടായിട്ടോ? തളർച്ചയല്ലാതെ. തന്നെയുമല്ല, 15% പോരായികാണ് പിന്നെ BJPക്ക് ട്രിവാൻഡ്രം കോർപ്പറേഷൻ ഭരിക്കാനുണ്ടായത്. ഇന്നിപ്പോൾ അത് വേണ്ട, ഏതാണ്ട് 3 തുല്യമായിട്ടുണ്ട്. ഇപ്പോൾ BJPയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഏതാണ്ട് ഒന്നിനൊന്ന് പൂരിതമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ 101 സീറ്റാണ് ആകെയുള്ളത്. 100 സീറ്റിൽ 35 സീറ്റ് കിട്ടിയാൽ ഭരിക്കാം. 33 സീറ്റ് മറ്റേ BJPക്ക് ഇപ്പോൾ ഉണ്ട്, നിലവിലുണ്ട്. അത് തന്നെയല്ല, ആ 33 സീറ്റിൽ ഒരു കൗൺസിൽ പോലും അവർ നഷ്ടപ്പെടില്ല, മറിച്ച് കുറച്ച് പുതിയ എടുക്കുകയും ചെയ്യും. അപ്പോൾ മുരളീധരൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് വലിയൊരു മണ്ഡലത്തിലേക്കാണ്, കോൺഗ്രസ് ക്ഷീണത്തിലാണ്, BJPക്ക് അധികാരത്തിൽ വരണം. അപ്പോൾ മുരളീധരൻ ഒരു കാര്യം മനസ്സിലാക്കണം, BJPയിൽ നിന്ന് ഒരു സീറ്റ് പോലും കിട്ടില്ല മാത്രമല്ല കുറച്ച് അങ്ങോട്ട് പോകുള്ളൂ. ഇനി 10 സീറ്റുമ്പോൾ ഇനി 35 വിചാരിക്കുക, 35 3 35 കിട്ടിയ 25 സീറ്റ് നിങ്ങൾ പിടിച്ചെടുക്കാൻ നോക്കുന്നത് CPMൻ്റെ കയ്യിൽ നിന്നല്ലേ? നടക്കുവോ മുരളീധര? നിങ്ങളുടെയൊക്കെ അന്നത്തെ ചെറിയൊരു നിയമത്ത് വന്ന് സീറ്റ് ജയിച്ചെടുത്ത് വന്നൊരു പാരമ്പര്യമൊക്കെ ഉണ്ട്, അതൊക്കെ പോയി. ഇത് നിങ്ങൾ പൂജ്യമാണ്. നിങ്ങൾ ഈ കേരള രാഷ്ട്രീയത്തിൽ നിങ്ങൾ ആരുമല്ല, സാധാരണ നേതാവ്. അതിൽ കവിഞ്ഞ് ഒരു പ്രത്യേക പരിഗണന അല്ലെങ്കിൽ ഇല്ല. നിങ്ങളുടെ ശ്രമത്തിൻ്റെ ഫലമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരു തള്ള കിണറ്റിലേക്ക് വീണു. അപ്പോൾ ഒരു പന്തി എടുത്തൂല, ആ പന്തിയിൽ ഒരു കൈ പിടുത്തം കിട്ടി. മകൻ രക്ഷിക്കാൻ വേണ്ട മകൻ്റെ ശ്രമം ഫലമായിട്ട് ആ കൈ കൊണ്ട് വിട്ട് കംപ്ലീറ്റ് കിണറ്റി പോയല്ലേ. ഇപ്പോൾ കിണറ്റിലേക്ക് വിട്ട് BJPക്ക് സ്വതന്ത്രമായിട്ട് കോർപ്പറേഷൻ കയ്യിലേക്കാളുള്ള അടവോ അല്ലെങ്കിൽ തന്ത്രം മാത്രമാണ് ഇപ്പോൾ മുരളീധരൻ കാണിക്കുന്നത്. അതൊരു വഴി കൂടി പറഞ്ഞത്, തൽക്കാലം നിങ്ങൾ ട്രിവാൻഡ്രം കോർപ്പറേഷൻ പിടിക്കാൻ നോക്കല്ലേ, അത് LDF തന്നെ ചെയ്യട്ടെ. പകരം നിങ്ങൾ അടവ് നയം എന്നതിൽ വേറെ ഏതെങ്കിലും കോർപ്പറേഷൻ നിങ്ങളൊരു മുന്നണി മാറാതെ തന്നെ, അല്ലെങ്കിൽ മുന്നണി സഖ്യം ഉണ്ടാക്കുന്ന അടവ് നയത്തിൽ കൂടി വേറെ ഏതെങ്കിലും കോർപ്പറേഷൻ, കോഴിക്കോടോ അല്ലെങ്കിൽ ഏതെങ്കിലും സാധ്യത കോർപ്പറേഷനായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയിട്ട് ട്രിവാൻഡ്രം CPMന് കൊടുക്കുക, ബാക്കി കോഴിക്കോടോ അല്ലെങ്കിൽ കൊല്ലോ തൃശ്ശൂർ പ്രശ്നമാണ്, പിന്നെ കണ്ണൂർ ഏതെങ്കിലും ഒരെണ്ണം കിട്ടാൻ പറ്റുമോ നോക്കുക. അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി അടവുനയം ഉണ്ടാക്കുക. അതിലൊന്നും ചിന്തയില്ല. ഇപ്പോൾ വലിയ പ്രതീക്ഷയാണ് മുരളീധരനെ കൊണ്ട്. ആ പയ്യനെ കൊണ്ട് ഇവിടെ നിർത്തി. പണ്ട് കാർത്തികൻ സ്പീക്കറായിരുന്നു, അല്പം സ്വാധീനമൊക്കെ ഉണ്ടായിട്ട്. അത് കഴിഞ്ഞ് ഈ മഹാൻ്റെയൊക്കെ പ്രസക്തി പോയി. ഒന്നതിൽ അവരെ ഭാര്യ എന്ന് പറഞ്ഞാൽ കളക്ടറില്ലേ, അവരുടെ പ്രവൃത്തി UDFന് അത്ര ഗുണകരമല്ല. അതിൻ്റെ പേരിലൊക്കെ ജനങ്ങളും മാറി നിൽക്കുകയാണ്. ഒന്നും നടക്കാൻ പോകുന്നില്ല. മാത്രമല്ല BJP തിരുവനന്തപുരം കോർപ്പറേഷൻ അവരുടെ കയ്യിൽ കൊടുക്കാനുള്ള ഒരു എളുപ്പ വഴി മാർഗമാണിത്. ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കൂ. നിങ്ങൾക്ക് ബുദ്ധിയില്ല, കോൺഗ്രസ്സുകാർക്ക് ബുദ്ധിയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് രാഹുൽ ഗാന്ധി പോലും ഇല്ല, ഇനി പറയാൻ പോകുന്നതാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്. കോൺഗ്രസ്സുകാരും എൻ്റെ രാഷ്ട്രീയ വ്യൂവേഴ്സും അതെന്താ അറിയോ, അതിസങ്കീർണമാണ്. അതല്ലാതെ വേറൊരു മാർഗമില്ല താനും. അതിനാദ്യം ചെയ്യേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം പിരിച്ചു വേണം. പണ്ട് 10-50-70 വർഷം മുൻപ് മഹാത്മാഗാന്ധി പറഞ്ഞു സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ കോൺഗ്രസ് പിരിച്ചുവിടാം. അന്ന് പിരിച്ചുവിടേണ്ടതായിരുന്നു, അത് ചെയ്തില്ല, പോട്ടെ. എന്നിട്ട് അതിൻ്റെ കെയർ ഓഫിൽ സകല കള്ളന്മാരും, കോൺഗ്രസ്സിൽ ഭൂഷ സ്വഭാവമുള്ളവരും സംഘപരിവാറുകാരും പിന്നെ ഫാസിസ്റ്റുകളും എല്ലാം കൂടി കുറേ കാലം പോയിട്ട് സമ്പത്ത് ഉണ്ടാക്കി കോടികൾ ഉണ്ടാക്കിപ്പോയി. ഇനിയെങ്കിലും കോൺഗ്രസ് പിരിച്ചുവിടണം. പിരിച്ചുവിട്ട് പകരം വല്ല വഴിയുണ്ടോ? ഉണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം.
ആ വഴിയെന്ന് എൻ്റെ കണ്ടുപിടുത്തമൊന്നുമല്ല. ജയപ്രകാശ് നാരായൺ ചെയ്തൊരു കാര്യമുണ്ട്. എന്താണ് ജയപ്രകാശ് നാരായൺ ചെയ്തത്? കോൺഗ്രസ് ഒഴിച്ച് അടിയന്തരാവസ്ഥ ശേഷം കോൺഗ്രസ് ഒഴിച്ച് ബാക്കി എല്ലാവരും മുന്നണി ഉണ്ടാക്കി ഒരു ജനതാ പാർട്ടി എന്ന് പേരുണ്ടാക്കി അദ്ദേഹം സ്ഥാനത്ത് നിൽക്കാതെ ഭരിച്ച് കുറേ കാലം ഭരിച്ചു. പക്ഷെ അതിനുശേഷം തകർത്ത് കളിച്ചത് വേറെ കാര്യം. അതുപോലെ കോൺഗ്രസ് പിരിച്ചുവിട്ടതിന് ശേഷം BJP ഒഴിച്ചുള്ള എല്ലാ പാർട്ടിയും ആ ഒരു പ്രസ്ഥാനത്തിൽ നിങ്ങൾ ക്ഷണിക്കണം. വരുന്നവരുമായിട്ട് ചിലപ്പോൾ CPM അന്നും ജനതാ പാർട്ടിയിൽ CPM വന്നില്ല, അതുപോലെ CPM പോലെ ചില പാർട്ടിയിൽ വന്നില്ലായിരിക്കും. അത് പിന്നെ നീക്കമൊക്കെ ഉണ്ടാക്കാം അവസരം. ചേരാവുന്ന എല്ലാ പാർട്ടികളും ചേർക്കണം. ചേർത്തിട്ട് ആര് നേതാവ് വേണമെന്നുള്ള ചോദ്യം വരില്ലോ. മണി കെട്ടിയ ആൾക്കാർ വേണമെന്നില്ല. അതായത് കോടതിയിൽ കേസ് വാദിക്കുന്ന ഒരു കക്ഷിക്ക് അവൻ സത്യമാണ് പറഞ്ഞെങ്കിൽ അവന് ഒരു വക്കീലിൻ്റെ ആവശ്യമില്ല. സത്യം പറയാത്തവർക്കാണ്, കളവ് പറഞ്ഞിട്ട് മാത്രമാണ് കളവ് പഠിച്ച് പരിശീലനം കഴിച്ച വക്കീൽമാർ ആവശ്യമുള്ളൂ. ഇപ്പോൾ മൊയ്തീൻ ഷാക്ക് കേസ് വന്നു കഴിഞ്ഞാൽ മൊയ്തീൻ ഷാ ഒരിക്കലും വക്കീൽ വായിക്കില്ല. മൊയ്തീൻ ഷാ മറ്റാൾക്ക് വേണ്ടി വാദിക്കുന്ന നിയമമില്ല. അതുകൊണ്ട് മൊയ്തീൻ ഷാ എന്ന് പറയും, കാരണം നമ്മൾ സത്യം പറയുള്ളൂ. അതുകൊണ്ട് എനിക്ക് വേറെ വക്കീലിൻ്റെ ആവശ്യമില്ല. അതുപോലെ ഒരു നേതാവിൻ്റെ പ്രസക്തി ഇല്ല അവിടെ. പിന്നെ എന്താണത്, ആരാണ് അത് ആൾക്കാരാകേണ്ടെന്ന് അറിയാൻ വേണ്ടി ഒരു ജനഹിത പരിശോധന എന്ന് പറയും. സ്വകാര്യമായിട്ടല്ല, ഗവൺമെൻറ് ചെയ്യാൻ പറ്റില്ല ഇലക്ഷനിലോ. സ്വകാര്യ ലെവലിൽ പാർട്ടികളെല്ലാം കൂടി ഇതിൽ ചേരുന്ന പാർട്ടികൾ, അതായത് BJP ഒഴിച്ച് ബാക്കി എല്ലാ പാർട്ടികളും ക്ഷണിച്ചതിന് ശേഷം അവരുടെ ജനഹിതം അറിയാൻ വേണ്ടി ഒരു സർവേ നടത്തുക, ഒരു വോട്ടെടുപ്പ് നടത്തും. വോട്ടെടുപ്പ് നടത്തിയിട്ട് ഏതെല്ലാം പാർട്ടി എത്ര % വോട്ടുണ്ട് നോക്കണം. ഏതെല്ലാം പാർട്ടിക്ക് എത്ര % ജനങ്ങളുടെ മാൻഡേറ്റ് അറിയാം, എത്ര % ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു നോക്കാം. അത് കണക്ക് കിട്ടും. ആ കണക്കനുസരിച്ച് സ്ഥാനമാനങ്ങൾ സീറ്റ് പങ്കിടുമ്പോൾ പങ്കിടും. അതൊരു 5 വർഷത്തേക്ക് കണക്കാക്കണം, അല്ല പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. അങ്ങനെ സ്ഥാനമാനങ്ങൾ പങ്കിട്ട് കഴിയുമ്പോൾ പിന്നെ തർക്കം പറ്റില്ലല്ലോ. പക്ഷേ ഈ സ്ഥാനമാനങ്ങൾ പങ്കിടുമ്പോൾ അവിടെ വേറെ വിഷയമുണ്ട്. സാധാരണ വേറൊരു രീതിയുടെ കൊടുന്ന് പ്രസിഡൻഷ്യൽ സമ്പ്രദായമൊക്കെ എന്ന് വെച്ചാൽ പ്രസിഡന്റ് രീതി വരുന്നതിൽ അപ്പോൾ ഒരു ഇതുപോലെ നടത്തിയിട്ട് ഓരോ പാർട്ടിയും ഒറ്റയ്ക്ക് മത്സരിക്കുക. ഓരോ പാർട്ടി ഒറ്റയ്ക്ക് ഇങ്ങനെ വോട്ട് തേടി വെക്കുക. അതിൻ്റെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ MP-മാർ MLA-മാർ നിശ്ചയിക്കുക. എന്നിട്ട് അവർക്ക് നോമിനേറ്റ് ചെയ്യാൻ കൊടുത്തു പാർട്ടികൾക്ക്. അവിടെ വലിയ അപകടമുണ്ട്. അപ്പോൾ ഇപ്പം ആകെ കൂടി ഒരു പേടിയുള്ളത് ഈ 5 വർഷത്തേക്ക് ഒരു എലക്ഷൻ വരുന്നുള്ളതാണ്. ജനങ്ങളായിട്ടുള്ള ബന്ധം, ജനങ്ങളുടെ പേടിയും. ഇത് അങ്ങനെ വരുമ്പോൾ പിന്നെ ഇപ്പം തന്നെ ഒരു സംസ്ഥാന ജില്ലാ കൗൺസിലേക്ക് മത്സരിക്കാൻ വേണ്ടി 1 കോടി വാങ്ങിച്ചു തന്നെ 10, 100, 120 കോടിക്കാണ്. ബീഹാറിൽ സീറ്റ് ഓരോ 20-30 കോടിയൊക്കെ വാങ്ങിച്ചാണ്. കണക്കില്ലാത്ത പൈസ വാങ്ങിച്ചാൽ അവിടെ സാധാരണക്കാരില്ല. ഇപ്പം കേരളത്തിൽ പോലും പഞ്ചായത്ത് മെമ്പർ നോക്ക്, ഒരു സാധാരണക്കാരുണ്ട്, എല്ലാം കോടീശ്വരന്മാരാണ്. 10, 50, 100 ലക്ഷം മുടക്കിയാണ് ഒരു വാർഡിൽ ഞങ്ങളുടെ വാർഡിലേക്ക് മത്സരിക്കുന്ന ഒരു കോടീശ്വരന്മാർ എത്ര ലക്ഷം മുടക്കായോ. അങ്ങനെ ചെയ്യുമ്പോൾ വോട്ട് വിറ്റുപോകും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ ഇവിടെ പറ്റില്ല. കാരണം ഇതിപ്പോൾ മുഴുവൻ ഇലക്ഷൻ കമ്മീഷൻ നടത്താനല്ലോ, സ്വകാര്യതല്ല. അതുകൊണ്ട് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാനമാനങ്ങൾ സീറ്റ് പങ്കിടുമ്പോൾ എത്ര സീറ്റ് കൊടുക്കണം എന്നുള്ളത് പങ്കിടാം. അങ്ങനെ മുന്നോട്ട് പോയി അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ശക്തനായ ഒരു നേതാവ് ഓട്ടോമാറ്റിക്കായിട്ട് നേതാവായി വരും. ആ നേതാവിന് പ്രധാനമന്ത്രിയാക്കാം, അല്ലെങ്കിൽ പ്രതിപക്ഷ, അല്ലെങ്കിൽ മുന്നണി നേതാവാക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചിന്തിച്ച് രാജ്യ നന്മ മനസ്സിലാക്കി, ജനങ്ങളുടെ നന്മ മനസ്സിലാക്കി, സ്വാർത്ഥതാല്പര്യം വെടിഞ്ഞ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ പപ്പു യാദവും ഈ പപ്പു മറ്റേ ലാലുവിൻ്റെ പാർട്ടി, ലാലുവിൻ്റെ പാർട്ടി ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. ഞാൻ പറഞ്ഞു, ആ പാർട്ടിയുടെ കേരളത്തിൽ ആദ്യത്തെ പ്രസിഡന്റ് ഞാനായിരുന്നു. 10-20 വർഷം കൊണ്ടുവരുന്നതാണ്. അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. മുലായത്തിൻ്റെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അങ്ങനെ വരുമ്പോൾ ഈ ലാലുവിൻ്റെ മോന് ഉണ്ടല്ലോ, ഇപ്പം നേതാവായിട്ട് മുഖ്യമന്ത്രി കണ്ടയാൾ, എന്ത് യോഗ്യതയാണ് ലാലുവിൻ്റെ മകൻ എന്നതിൽ കവിഞ്ഞ് എന്ത് യോഗ്യതയാണ്. ഒരു സയൻറ്റിസ്റ്റാണോ, ഒരു ഫിലോസഫിസ്റ്റാണോ, ഒരു പൊളിറ്റിക്കൽ എന്നിട്ട് ഒരു രാഷ്ട്രമീമാംസകനാണോ, ഒരു തത്വജ്ഞാനാണോ, വലിയ വിദ്യാഭ്യാസമുള്ള ആളാണോ? ഒന്നുമില്ല. ലാലുവിൻ്റെ മകന് ഒറ്റ കെയർ ഓഫ് മാത്രമേ ഉള്ളൂ, ഒറ്റ യോഗ്യത ഉള്ളൂ. എന്തുപറ്റി? വീണിട്ട് തലയുണ്ടപ്പോൾ ഇപ്പോൾ കുടുംബങ്ങളും ചിഹ്നമില്ലായി BJPയിലേക്ക് പോകണം. ഞാൻ പറഞ്ഞ്
അവരൊന്നും നമ്മൾ മാറ്റി നിർത്തല്ല, അവരൊക്കെ വേണം. അവരും വേണം, ലാലും പിന്നെ രാഹുലും വേണം, പ്രിയങ്ക വേണം, എല്ലാ രാഷ്ട്രീയക്കാരും വേണം. ബി ജെ പിയിലേക്ക് തൽക്കാലം പോകാൻ പരിഹാരമില്ലാത്ത എല്ലാവരും വേണം, ആരും മാറ്റി നിർത്തണ്ട. പക്ഷെ അതിൽ ഞാനാണ്, എൻ്റെ പാർട്ടിയാണ് എന്ന് പറഞ്ഞ് നിൽക്കരുത്. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ 100% സുതാര്യമായിട്ട് സത്യമായിട്ട് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ് നയിക്കുന്ന ഒരു പ്രസ്ഥാനം, ഒരു മുന്നണിയെ കൊണ്ട് ബി ജെ പി താഴെ ഇറക്കാൻ പറ്റില്ല. മോഡി ചിലപ്പോൾ മാറിയായിരിക്കും, മോഡി മാറിൽ വേറെ മോഡി വരും. ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോ ആ ഒരു സംഘപരിവാർ നയിക്കുന്ന രാഷ്ട്രീയ മുന്നേറ്റത്തോ തടയാൻ ഇന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന ഒരു നേതൃത്വത്തിനോ ആ പാർട്ടിക്ക് സാധിക്കില്ല, ആര് വന്നാലും. മറ്റൊരു കാര്യം പറഞ്ഞത്, വേണമെങ്കിൽ നമുക്ക് ഇട്ടുകൊണ്ട് പോകാം, സോണിയ കുടുംബത്തിൽ നിന്ന് മാറി എന്നിട്ട് വേറെ ആ കയറി എടുക്കട്ടെ എന്ന് അങ്ങനെ തീരുമാനം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം. പക്ഷെ അതും അത്ര കണ്ടീഷൻ ആവില്ല. അങ്ങനെ അവർ മാറി നിന്നാലും ഇന്നത്തെ കണ്ടീഷനിൽ കോൺഗ്രസ് ബാക്കി നേതാക്കളെ വെച്ചും മുന്നോട്ട് പോകാൻ പ്രയാസമാണ്. പോകാനുള്ള ഒരേ ഒരു കാര്യം ഇതാണ്, ഞാൻ ഒരിക്കൽ കൂടി ചുരുക്കി പറയാം. ഒരേ ഒരു കാര്യം, ബി ജെ പി ഒഴിച്ചുള്ള എല്ലാ പാർട്ടികളെയും ചേർത്ത് ഒരു മുന്നണിയോ അല്ലെങ്കിൽ ഒരു പാർട്ടിയോ, മുന്നണിയല്ല പാർട്ടി തന്നെ വേണ്ടത്, ഒരു പുതിയ പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച പോലെ ഈ ബി ജെ പി എന്ന സവർണ ഫാസിസ്റ്റ് കയ്യിൽ നിന്ന് ഇന്ത്യ സ്വതന്ത്രമാക്കാൻ വേണ്ടി അതിശക്തമായ അതിയുക്തമായ ഒരു പ്രസ്ഥാനം തന്നെ ഉണ്ടാക്കണം, ഒരു പാർട്ടി തന്നെ ഉണ്ടാക്കണം. ഇല്ല, നിലവിലുള്ള ഒരു പാർട്ടിക്കും ആ എഴിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. അങ്ങനെ ക്ലീൻ ഷീറ്റ് ഇപ്പോൾ ഇതൊക്കെ വോട്ടേഴ്സ് ലിസ്റ്റ് എല്ലാം മാറ്റി SIR മാറ്റിയതുപോലെ കംപ്ലീറ്റ് പാർട്ടികളും മാറ്റണം, പുതിയൊരു പ്രസ്ഥാനം ഉണ്ടാക്കണം. അത് ജനകീയ പ്രസ്ഥാനമായിരിക്കണം. അതിൽ എല്ലാവരും വിട്ടുവീഴ്ച അനുഭവത്തോടെ, നോട്ട് ഓൺ അവർ മെറിറ്റ് ബട്ട് ഓൺ ഇസ് ഗ്രേസ്, നാം ഇത് നേടി എന്നല്ല, നാം ഇത് കൊടുത്തു എന്ന് എഴുതിക്കണം. അപ്പോൾ രാജ്യത്തിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ പ്രസ്ഥാനത്ത് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ഒറ്റ പ്രസ്ഥാനവും പിന്നെ അത് പറയേണ്ട ആവശ്യമില്ല, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്ത വെച്ചിട്ട് മുന്നോട്ട് പോയാൽ ശുഭകരമായിരിക്കും. പക്ഷെ അത് ഈ പപ്പുമോനും ഒക്കെ സമ്മതിക്കുമോ? ഞാൻ പപ്പുമോനെ കുറിച്ച് പറഞ്ഞല്ലോ, കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ SIR കുറിച്ചൊക്കെ പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല, അങ്ങനെ തട്ടിപ്പ് നടന്ന കാര്യത്തിൽ ഒരു സംശയം എന്തായാലും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു സംശയമില്ല. രാഹുൽ പറഞ്ഞ 100% ശരിയാണ്, അതിൽ തെറ്റില്ല. പ്രതിപക്ഷ പാർട്ടി പറഞ്ഞത് ശരിയാണ്. പക്ഷേ എങ്കിലും അത് അങ്ങനെ നിലനിർത്തിക്കൊണ്ട് 20% മുസ്ലിങ്ങൾക്ക് അവർക്ക് ജനസംഖ്യ കാരുപാതി കൊടുക്കാം. 20% മുസ്ലിങ്ങളുടെ ബീഹാറിൽ 20% മുസ്ലിങ്ങളിലിടോ കണക്കില്ലേ, 8% മറ്റുള്ള യാദവരുള്ളൂ. ആ യാദവരാണ് ഇത്രയും കാലം മുസ്ലിങ്ങൾ വോട്ട് വാങ്ങി, മുസ്ലിങ്ങളെ പണം വാങ്ങി അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്, ബീഹാർ UP ഉൾപ്പെടെ. അവിടെ 20% ഒരു വാക്കിൽ നേതാവ് നിങ്ങൾ വെച്ചോ, അറിയപ്പെടുന്ന ഒരു മുസ്ലിം നേതാവ് നിങ്ങളുടെ ഇടതുപക്ഷം, നിങ്ങളുടെ ഈ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിയിലുണ്ടോ? ബീഹാറിൽ എന്തെങ്കിലും മറ്റ് സ്റ്റേറ്റ് വിട്ടുകളാ ഒരാൾ അറിയപ്പെടുന്ന മുസ്ലിം ഉണ്ടോ? 20% ഇടൂ, യാദവ് 8% ഉള്ളൂ. അപ്പോൾ മുഖ്യസഭയുണ്ട്, മുഖ്യസഭ അത്രയൊന്നുമില്ല. അതിൽ നിന്ന് നിങ്ങൾ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി വെച്ചില്ലേ, നിങ്ങൾ പൊക്കിപ്പെടുന്നല്ലേ? തന്നെയുമല്ല, ഒരു മുന്നണി ബന്ധം വച്ച് രാഹുലും, ഇയാളുടെ പേരിപ്പോഴും വരുന്നില്ലേ, ലാലുവിൻ്റെ മകൻ തേജസ്വി യാദവ്, അത്ര വലിയ ആളൊന്നുമില്ല, അതാ പേര് വരാത്തത്. ആ തേജസ്വി യാദവ് തമ്മിൽ മാനസികമായിട്ട് അടുപ്പം ഈ നിമിഷം വരെ ഉണ്ടായിട്ടോ? കോൺഗ്രസ് നേതാക്കളും തേജസ്വി യാദവിൻ്റെ ജനതാദൾ RJDയുടെ നേതാക്കൾ തമ്മിൽ ഒരു മാനസിക യോജിപ്പോ വരുത്തോ ഈ നിമിഷം വരെ ഉണ്ടായിട്ടോ? അപ്പം നിങ്ങൾക്കൊരു ധാരണ, ഇങ്ങനെ മണ്ടന്മാർ കൂട്ടുകൂടി ആൾക്കാർ കൂടുമ്പോൾ അത് കണ്ട് അത് മതി എന്നുള്ള, അതുകൊണ്ട് ഓരോ ആൾക്കൂട്ടം ഒരിക്കലും തെരഞ്ഞെടുപ്പ് വിജയമല്ല. അത് മനസ്സിലാവും, അത് നിങ്ങൾ മനസ്സിലാക്കില്ല. അത് മനസ്സിലാക്കുമ്പോൾ കഴിവില്ലാത്ത പ്രതിപക്ഷ നേതാക്കൾ, പ്രതിപക്ഷ പാർട്ടി നേതാക്കളൊക്കെ ജനങ്ങളുടെ ബീഹാറിൽ ചെന്നാൽ നിങ്ങളുടെയൊക്കെ ചന്തിക്ക് കല്ലടിക്കും, കല്ല് വെച്ചെറിയെന്ന് പറഞ്ഞ് വളരെ ശരിയാ. ജനങ്ങൾ തെരുവിലെറിയി തുടങ്ങി. ഈ അഖിലേഷല്ല, പിന്നെ തേജസ്വി യാദവിൻ്റെയും ഈ രാഹുലിനൊക്കെ ചന്തിക്ക് കല്ലേറ് വരും. നിങ്ങൾ മണ്ടത്തം കാണിച്ചു, ബീഹാറിലെ ജനങ്ങൾ കാണിച്ച ബുദ്ധി പോലും നിങ്ങൾ കാണിച്ചില്ല. അതിന് അർത്ഥമല്ലേ പറഞ്ഞ് 20% മുസ്ലിങ്ങളിലെ ഹൈദരാബാദിൽ നിന്ന് ഒരു കാക്ക വന്നപ്പോൾ നിങ്ങൾ അവർ തൊടിയിച്ചില്ല. അത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കല്ലേ. അത് ശിവസേന നിങ്ങൾ സഖ്യം ഉണ്ടാക്കാം, ഒരു കുഴപ്പമില്ല. RSS ആയിട്ട് നിങ്ങൾ മുന്നണി ഉണ്ടാക്കാം അടിയന്തരാവസ്ഥ ശേഷം, അതൊരു കുഴപ്പമില്ല. ഒരു ന്യൂനപക്ഷ പാർട്ടിയിൽ നിന്ന് ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി അവൻ വന്നപ്പോൾ അവർ പല പോരായിക ഉണ്ടാക്കിയില്ലെന്നില്ല. ഇപ്പം ഞാൻ അൻവറിൻ്റെ കാര്യം പോലെ, അൻവറിൻ്റെ പല പോരായികയുണ്ട്.
അതൊക്കെ ശരിയാണ്. അൻവർ കാണിച്ച മണ്ടത്തരം ധിക്കാരം കൂടെയാണ്. എങ്കിലും സംഘ് വിരോധം പിണറായി വിരോധമാകുമ്പോൾ കോൺഗ്രസ്സുകാർക്കുണ്ടായത് അന്ന് തന്നെ അത് ചെയ്യത്തില്ല. അതുപോലെ അയാൾ വന്നപ്പോൾ എന്താണ്, അയാൾക്ക് ഒരു 6 സീറ്റിൽ ചോദിച്ചുള്ളൂ. 6 സീറ്റ് ചോദിച്ച് എന്ത് ചെയ്യണം, ചോദിച്ചിട്ട് അയാൾ മാറ്റി ഒതുക്കി നിർത്താം. അത് ഒരടവുന്നതാണ്. ഇതിൽ ഞാനൊരു മരണാവസ്ഥ തന്നു. അപ്പോൾ കുറേ ആൾക്കാർ കൂടി ഉണ്ടായി. അപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ അപ്പോൾ ചില ഞാൻ പോയി മുസ്ലിം കുടുംബമാണ്, പറയൽ മുസ്ലിം 99% മുസ്ലിങ്ങളിൽ വന്നാൽ. അപ്പോൾ ചില കള്ള കാക്കന്മാർ പറഞ്ഞല്ലോ വോയിസ് വന്നിട്ടാണ് എല്ലാം പോയത്. ഞാൻ നല്ലോണം ഷൗട്ട് ചെയ്തു, ഏടോ രജിസ്റ്റർ ചെയ്ത പാർട്ടിയാണ് ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത പാർട്ടിക്ക് ഇന്ത്യയിൽ എവിടെയും മത്സരിക്കാം നിയമത്തിന് വിധേയമായിട്ട്. അപ്പോൾ രജിസ്റ്റർ ചെയ്ത പാർട്ടിയാണ് ഒ.ഐ.സി കൊടുത്ത് മത്സരിക്കാൻ പാടില്ലെന്ന് പറയാം. ഈ രാഹുലിൻ്റെ അവകാശം, തേജസ്വിക്ക് അവകാശം. ആരാണ് തേജസ്വിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്ത് പാരമ്പര്യമുണ്ട്? ഒ.ഐ.സി അവർ വാപ്പായിട്ട് തന്നെ കോടീശ്വരന്മാരും പിന്നെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ക്രെഡിറ്റുള്ളതാണ്. ഈ ലാലുവിൻ്റെ പാർട്ടിക്ക് എന്താണ്, ലാലു കഴിഞ്ഞാൽ ബാക്കി എന്നാൽ ലാലുവിൻ്റെ പാരമ്പര്യമുള്ള വേറെ എന്താണ് ഹെറിറ്റിക്കുള്ളത്? ഒരു 10 തലമുറ എടുത്ത് തരുന്നുണ്ട്. രാഹുൽ ഗാന്ധി പിന്നെ പറയാം പാരഡിറ്റി കുറച്ചുകൂടെ പറയും, കാരണം മോത്തിലാൽ നെഹ്റു പോലുള്ളതാണ്. ഈ ലാലുവിൻ്റെ പാർട്ടി ലാലിൻ്റെ അച്ഛനാരാണ്? എന്ത് കാര്യമ്പോഴോ രാഷ്ട്രീയമായിട്ടോ സാമ്പത്തികമായിട്ടോ വിദ്യാഭ്യാസമായിട്ടൊക്കെ. അപ്പം അതുകൊണ്ട് അതൊന്നും അല്ല കാര്യം. എന്നിട്ട് അവരെ നയിക്കാൻ യാതൊരു പാരമ്പര്യമില്ലാത്ത എല്ലാവരും തേജസ്വി പറയാണ്, വെല്ലുവിളിക്കാണ്, നീ ആരാണ് ഇവിടെ അത് മത്സരിക്കാന്ന്. അതുപോലെ പപ്പും പറഞ്ഞ് ഇലക്ഷൻ 2 ദിവസം മുമ്പ് പപ്പു പറഞ്ഞ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അയാൾ വന്നാണെല്ലാം കലക്കിയത് BJP ചാരാണ്. BJP ചാരാണെങ്കിൽ എടോ നിങ്ങൾക്ക് അതുപോലെ ഉണ്ടാക്കാൻ പാടില്ലെന്നാൾ ചോദിച്ചല്ലോ. അങ്ങനെ BJPയുടെ B ടീമാണ് ഒവൈസി എങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ഹിന്ദു സമുദായത്തിൽ നേതാക്കളെ വരുത്തി BJPക്ക് ഹിന്ദു വോട്ട് മാറ്റാൻ ഭിന്നിപ്പിക്കാൻ പാടില്ലേ? അത് കഴിവ് വേണം, വെറുതെ പറഞ്ഞാൽ പോരാ. നെറിവേട് കാണിച്ച് നിങ്ങൾ കൂടെ. അതാ പറഞ്ഞത്, നാട്ടുകാരുടെ പബ്ലിക്, പ്രത്യേകിച്ച് ബീഹാറിലെ ജനങ്ങൾ അവർ വയലൻ്റാണ്. ബീഹാർ ജനങ്ങൾ, നിങ്ങൾ 2 മെയിൻ നേതാക്കൾ, 2 നിങ്ങൾ ചന്തിക്കടിക്ക് വലിയ കല്ലുച്ചറിയും. ഓഫീസിലേക്ക് കയറി തുടങ്ങിയപ്പോൾ കോൺഗ്രസ് ഓഫീസിലേക്ക് 10,000 പ്രവർത്തകർ കോൺഗ്രസ് ഓഫീസിൽ കയറുന്ന ഇന്നലെ ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഇവിടെ വന്നിട്ടില്ല എന്നുള്ളൂ. പല ചാനലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10,000 ബീഹാരികൾ കോൺഗ്രസ് ഓഫീസിലേക്ക്. കാരണം മുന്നേ ഉണ്ടാക്കില്ല, ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായില്ല, ഒരു ധാരം ഉണ്ടാക്കില്ല, ഒരു ബന്ധപ്പെടലുണ്ടായില്ല. വിൽക്കലായിരുന്നുണ്ട്. വോട്ടിൻ്റെ സീറ്റും പങ്കിടാൻ വന്ന എയർപോർട്ടിൽ വെച്ച് മറ്റു പാർട്ടികൾ അവരുടെ അണികൾ തന്നെ തല്ലാൻ ശ്രമിച്ചു. തല്ലിയുണ്ടാക്കിയപ്പോഴേ എന്ത് ഉത്തരവാദിത്തമുണ്ടോ? നിങ്ങൾ കുറ്റമുണ്ട്. അമിത്ഷായും മോഡിജിയെ കുറ്റമുണ്ട്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർ വിജയിക്കാൻ ചെയ്യുന്നുണ്ട്. അവർ ചെയ്യുന്ന 100% തെറ്റാണ്, ഒരു സംശയമില്ല. തട്ടിപ്പ് തന്നെയാണ്, ഒരു സംശയമില്ല കാര്യം. പക്ഷെ അത് നിങ്ങൾക്ക് ചെയ്യാനില്ലെന്നാ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പാടില്ലാത്തത്? അതുകൊണ്ട് ബുദ്ധിയുള്ള ഇന്ത്യൻ രാഷ്ട്രീയ നേതാക്കളെ എന്തെങ്കിലും പ്രതീക്ഷ നിങ്ങളുടെ രാജ്യത്തോടും പാർട്ടിയോടും ജനങ്ങളും ഉണ്ടെങ്കിൽ ഈ ഫാസിസത്തെ മാറ്റി നിർത്തണമെങ്കിൽ ഈ പറഞ്ഞ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഒരിക്കലും പറഞ്ഞ് ഞാൻ നിർത്താം. അത് മറ്റൊന്നുമല്ല, നിങ്ങൾ BJP വെച്ച് ബാക്കി എല്ലാവരും നിങ്ങൾ പരസ്പരം ചേർക്കണം. ചേർത്തിട്ട് നിങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് നടത്തണം. നിങ്ങൾ ഒറ്റക്ക് ഏതെല്ലാം പാർട്ടി എത്രയെല്ലാം വോട്ട് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ എത്രയെല്ലാം ശതമാനം വോട്ട് കിട്ടുന്നുണ്ടോ ആ ശതമാനത്തിൻ്റെ ആ റേഷ്യോയിൽ മറ്റ് MLA-മാരും MP-മാരുടെയൊക്കെ സ്ഥാനമാനങ്ങൾ പങ്കിടണം. എന്നിട്ട് അടുത്ത ഇലക്ഷൻ വരുമ്പോൾ ഇലക്ഷൻ പങ്കിടണം. അങ്ങനെ കൂടുതൽ ഇലക്ഷൻ നടത്തി എല്ലാം കിട്ടുമ്പോൾ അതിൽ നിന്ന് തന്നെത്താൻ വന്നോളൂ ഒരു നേതാവ്. ഞാൻ പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞ് മത്സരിക്കുന്നില്ലെങ്കിൽ പിന്നെ അതിൽ വന്ന കഴിവുള്ളവർ വന്നോളും. അത് തന്നെ വരും. അത് പൊതു നന്മയാണ്, ലോകനീതിയാണ്. നമ്മുടെ വൈദ്യുതി സ്വാധീനം കുറച്ച് എടുത്തത് തന്നെ വരും, ശക്തിയാകുന്ന പോലെ. അങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് ഒരാൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അവർക്ക് വ്യക്തി താല്പര്യമൊന്നുമില്ല. ഇപ്പം മമതാ ബാനർജി എന്തൊക്കെ പോരായി വന്നാലും, അല്ലെങ്കിൽ നിതീഷ് കുമാർ എന്തൊക്കെ പോരായാലും അഴിമതിക്കകത്ത് അവർ നോണ്. ചിലപ്പോൾ അവർ ഗ്യാങ് ചെയ്യുന്നുണ്ടാവും, അവർ അല്ലെങ്കിൽ പാർട്ടി കഴിച്ചിട്ടുണ്ടാവും. അവർ വ്യക്തിപരമായിട്ട് അവർ അഴിമതിക്കകത്ത്. ഈ ലാലു 10,000 കോടിയുടെ അഴിമതി കേസിൽ നിൽക്കല്ലേ? തെറ്റോ ശരിയോ തട്ടിയോ എന്നല്ലേ? അതങ്ങനെ വരാൻ പാടില്ല. തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് മാത്രമല്ല മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്താതെ കൂടി, മറ്റുള്ളവർ പബ്ലിക്കിനെ ബോധ്യപ്പെടുത്തും കൂടിയുണ്ട്. ആ നിലക്ക് ലാലു ബോധ്യപ്പെടുത്താൻ പറ്റുമോ ഞാൻ അഴിമതിയില്ലെന്ന്? അത് പോരാ. അത് നീതി നമ്മൾ ആലോചിച്ച് നോക്ക്.
അവരെത്ര ഈ പിണറായി കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ദീദി മുഖ്യമന്ത്രി എത്ര സിമ്പിളാണ്. അവർ താമസിക്കുന്നത് ഒറ്റമുറി വീടില്ല, സർക്കാരിൻ്റെ ഒരു പൈസയും എടുക്കുന്നില്ല. ഇന്നിപ്പോൾ അവരെ കുറിച്ചുള്ള ഒരു ആത്മകഥയിൽ വായിച്ചപ്പോൾ ഞാൻ എൻ്റെ പറഞ്ഞു കേട്ടാണ് വായിച്ചപ്പോൾ വലിയ പേരുള്ള ഓരോ ഇതാണ്. അവർ 8 മണി കഴിഞ്ഞാൽ ഓട്ടോറിക്ഷയിലേക്ക് ടാക്സിയിൽ വന്ന് ഇറങ്ങിയിട്ട് നേരെ ഒരറ്റം തുടങ്ങും റോഡിൻ്റെ താഴോട്ട്. ആ റോഡ് കുറേ ദൂരമുള്ളതാണ്. അവിടെ നിന്ന് 8 മണി ഓരോ ബെല്ലും അടിക്കും. വീട്ടിൽ കയറി ബെല്ലടിക്കുമ്പോൾ അവർ വരും. അങ്ങനെ വന്ന് അവിടെ ചിലപ്പോൾ 10 മണിയാവും തന്നെ. അപ്പോഴേക്കും നല്ലൊരു ആൾക്കൂട്ടാവും. അങ്ങനെയൊക്കെ സിമ്പിൾ ലൈഫാണ്. അഴിമതി തീർത്തിട്ടില്ല. കുറച്ച് യുക്തിയുണ്ട്. അല്ലെങ്കിൽ സോണിയാഗാന്ധിയൊക്കെ അല്ലെങ്കിൽ പിന്നെ CPM നേതാക്കളൊക്കെ മാറ്റി BJP പോലും മാറ്റി നിർത്തി അവർ ഇത്രയും കാലം പിടിച്ചു നിൽക്കണമെങ്കിൽ കുറച്ച് കഴിവുണ്ടല്ലോ. ഈ പപ്പു പോലും അതിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനിയെങ്കിലും ജീവിച്ചിരിക്കുന്ന ഇന്ത്യയിലെ മനുഷ്യസ്നേഹികളായ വോട്ടർമാരെ, നേതാക്കളെ, രാഷ്ട്രീയ പാർട്ടികളെ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ശുഭമാണ്. ഇല്ലെങ്കിൽ ഈ മുരളീധരനെ മുന്നിൽ നിർത്തി നിങ്ങൾ തിരുവനന്തപുരം പട്ടം പിടിക്കുമ്പോഴേക്കും ബീഹാർ പിടിച്ചുമായിരിക്കും. തിരുവനന്തപുരം കോർപ്പറേഷൻ കോൺഗ്രസ് കിട്ടിയില്ല, BJP പോവുകയും ചെയ്യും. മറിച്ച് മാർക്സിസ്റ്റ് പാർട്ടി കൂടുതൽ ശല്യം ചെയ്യിക്കുകയാണെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും തൽക്കാലം ഒരു ടൈം കൂടി പിടിച്ചെടുക്കാൻ നോക്കും. ഇപ്പോൾ ആര്യ രാമേന്ദ്രൻ അവരൊക്കെ കോഴിക്കോട്ടേക്ക് നാട് പിടിച്ചു. അവർക്ക് തന്നെ ബുദ്ധിമുട്ട് മനസ്സിലായി. അല്ലാതെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ കിണറ്റിൽ വീണ അമ്മയുടെ ഒരു കൈ പിടിച്ച് ആ കൈ കൂടി മകൻ വന്ന് രക്ഷപ്പെടുത്തി പോയതുപോലെ ഇരിക്കും ഇപ്പോഴത്തെ മുരളിയുടെ പോക്ക്. മുരളി കാണിക്കും മണ്ടത്തരാണെന്ന് ബുദ്ധിയുള്ള ഏതെങ്കിലും കോൺഗ്രസ് ഉണ്ടെങ്കിൽ അത് ശ്രമിക്കണം. അപ്പോൾ 2 കാര്യമാണ്. മുസ്ലിങ്ങൾക്ക് മുഴുവൻ കോൺഗ്രസ് കൊടുക്കുന്നു, മറ്റും കൊടുക്കുന്നു. ഒരർത്ഥമില്ല. മാത്രമല്ല വളരെ തെറ്റിദ്ധാരണമാണ്. അങ്ങ് തകർത്തൊലിക്കുക. ഈ ഭാഗൽപൂരിൽ ഒരു വലിയ സഹിക്കാൻ പറ്റാത്ത കാര്യമുണ്ട് കേട്ടോ. ഞാനിവിടേക്ക് പോയതാണ് പല പ്രാവശ്യം. ബീഹാറിൽ ഭാഗൽപൂരിൽ ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ തല്ലിക്കൊന്ന് പാടത്ത് വെറുതെ തോണ്ടിയിട്ട് എന്നിട്ട് അവിടെ കോളിഫ്ലവർ കൃഷി ചെയ്ത് അത് വലിയ ഫേമസാണ്. അതാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ രാജമാണിക്യം സിനിമയിൽ മമ്മൂട്ടി പറഞ്ഞു, എടാ എൻ്റെ ഇടത് കണ്ണ് പോയത് നീ അറിഞ്ഞു വെച്ചിട്ട് ആ കണ്ണ് കേടാന്ന് നീ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ പോലെ നിനക്ക് വേണ്ടി ഞാൻ കണ്ണ് മാറ്റി വയ്ക്കാത്തത് എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യൻ ജനങ്ങളെന്ന് പറയുന്ന മുസ്ലിം സമുദായത്തെ തകർക്കാൻ വേണ്ടി ആസാമിലേക്ക് ചില മന്ത്രിമാരും മറ്റു ചില BJP മന്ത്രിമാരും പോലെ കോളിഫ്ലവർ ഓർമ്മ വേണം അതങ്ങനെ ചെയ്യാൻ ബീഹാറുകാർ അനുഭവം തന്നു കഴിഞ്ഞൊക്കെ പറയാൻ വലിയ വലിയ പ്രതീക്ഷയാണ് അവർക്ക്. ഇതിന് പേരിൽ മുസ്ലിങ്ങളെ മുഴുവൻ തകർത്തുകളെന്നുള്ള തോന്നിയാ അതും നടക്കാൻ പോകുന്നില്ല. കാരണം അതൊക്കെ പല അനുഭവം ഉണ്ടല്ലോ. അതുകൊണ്ട് അതിനൊക്കെ ഞാൻ ആമുഖമായിട്ട് വന്ന് മാത്രമേ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ എനിക്ക് ഒരായി ജയ് ഹിന്ദ്.